നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ഉദയഭാനു ഫോണിനകത്ത് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ബാലിന്റെ കോൾ വരുന്നത്. ഇങ്ങേരെന്തിന് ഈ സമയത്ത് തന്നെ വിളിക്കുന്നത് എന്നൊരു ചിന്തയായിരുന്നു ഉദയഭാനുവിന്. കോൾ എടുക്കാതിരിക്കാനും പറ്റില്ല. എടുക്കാതിരുന്ന ബാലിന് സംശയം തോന്നിയാലോ, എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു. ഒടുവിൽ അങ്ങനെ ഫോൺ എടുക്കുകയാണ്. അങ്ങനെ ഫോൺ എടുത്തിട്ട് ഹലോ, ബാല, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ്. സുഖമായിട്ടിരിക്കുന്നു. അല്ല, സാറ് വല്ല തിരക്കിലോ മറ്റോ ആണോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഉദയഭാനു ഒന്ന് ആലോചിച്ചു എന്താ ചെയ്യണ്ടേ. അപ്പോഴേക്കും അടുത്ത ഫോൺ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഉദയഭാനു പെട്ടെന്ന് ആ ഫോൺ എടുത്തു. അതിനകത്ത് എന്ത് ചെയ്തു, റോഡിൽ കൂടെ വണ്ടി പോകുന്നതിൻ്റെയൊക്കെ ശബ്ദങ്ങളും കാര്യങ്ങളൊക്കെ കേൾപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ബാലൻ കേൾക്കുന്നുണ്ടോ? നല്ല ശബ്ദം ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ടിപ്പം ബാലൻ ചോദിച്ചു, അല്ല ഇതെവിടെയാ സാറേന്ന് ചോദിക്കുകയാണ്. എന്ത് ചെയ്യാനാ ബാല, റോഡിലാണെങ്കിൽ ഭയങ്കര ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാ. ഇവിടെ ഒരു പാർട്ടിയുടെ ജാഥ പോയിക്കൊണ്ടിരിക്കുക, അതാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലൻ ചോദിച്ചു, അല്ല ഉദയഭാനു സാറേ വണ്ടി ഒതുക്കിയിട്ട് നടന്നാണോ പോണെന്ന് ചോദിച്ചു. അതെന്താ ബാല അങ്ങനെ പറഞ്ഞത്? അല്ല, സാധാരണഗതിയിലെ ഇപ്പൊ ഈ യാത്ര ചെയ്യണ സമയത്ത് കാറിനകത്ത് AC ഒക്കെ ഇട്ടിട്ട് ഗ്ലാസ് ഒക്കെ പൊക്കി വെക്കൂലോ, അപ്പൊ ഇത്ര ശബ്ദം കേൾക്കാൻ വഴിയില്ല. അതുകൊണ്ട് സാറ് നടന്നു പോകാൻ തോന്നല്ലോ. ഓ അങ്ങനെ, ബാലൻ ബുദ്ധിമാനാണല്ലോ. ബാൽ ശരിക്കും ഗോമതി സ്റ്റോൾസ് നടത്തേണ്ടവനല്ല, അതിനേക്കാളും മുകളിൽ എത്തേണ്ടവനാന്ന് പറഞ്ഞു. അതെന്താ സാറേ? അല്ല, ഇത്ര ബുദ്ധിപരമായിട്ടുള്ള കണ്ടുപിടുത്തവേ ബാലൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാ എന്ന് പറഞ്ഞു. ഇവനെ കാരണം ഒരു സമാധാനമല്ലോ, ഇവന് ഇത്ര ബുദ്ധിയുണ്ടെന്ന് താൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഉദയഭാനു ഇങ്ങനെ മനസ്സിൽ പറയണം. അല്ല ബാല, ഇതെന്ത് പറ്റി, ഇപ്പോഴെന്താ വിളിച്ചേ? അതോ ഉദയഭാനു സാറേ, നമ്മൾ തമ്മിലൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, അറിയാലോ. എന്താ ബാല, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ്. സാറിനറിയാലോ, നമ്മൾ തമ്മിൽ ഒരു 10 ലക്ഷം രൂപ ആ എഞ്ചിനീയർക്ക് അടുത്ത ദിവസം പൈസ കൊടുക്കണം. സാറിന്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ശരിയായോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാനു ഒന്നും ഞെട്ടി. ഉദയഭാനു പറഞ്ഞു, അത് പിന്നെ ബാല, കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം കോടികളുടെ ഡീലിങ്സും കാര്യങ്ങളൊക്കെ നടക്കുന്ന അക്കൗണ്ട് അല്ലേ, അപ്പൊ അതുകൊണ്ട് 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ശരിയാകത്തുള്ളൂ. ബാലൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ആ പണം കിട്ടുവാണെങ്കിൽ ഉപകാരം ഉണ്ടായിരുന്നു, എഞ്ചിനീയർക്ക് കൊടുക്കാനുള്ള. ഉദയഭാനു സാറിന് ഈ 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അത്ര വലിയ എമൗണ്ട് ഒന്നും അല്ലല്ലോ, ചെറിയ എമൗണ്ട് അല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തരാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലേ? തരാം ബാല, അക്കൗണ്ട് ശരിയായി കഴിഞ്ഞാൽ ഉടനെ തരാം. അല്ലെ ക്യാഷ് ആയിട്ടാണോ അതോ എന്റെ അക്കൗണ്ടിലിട്ടാണോ പണം തരുന്നേ? അതിപ്പോ ബാലിന്റെ ഇഷ്ടം പോലെ, ബാലിന് ഏതാണോ സൗകര്യമുള്ളത് അങ്ങനെ നോക്കാന്ന് പറഞ്ഞു. ശരി ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബാലൻ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ രാമേട്ടൻ ചോദിച്ചു, എന്തായി ബാല കാര്യങ്ങളൊക്കെ? എന്ന് തരാന്നാ അയാൾ പറഞ്ഞേ? ഒരു 2-3 ദിവസം പറഞ്ഞിട്ടുണ്ട്, അതിനുള്ളിൽ തരാന്നാ പറഞ്ഞേ. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അയാൾ അടുത്ത് ഊടായ്പ ഇറക്കുമെന്ന് ചോദിക്കും. ഇനി അവൻ ഒരു ഊടായ്പ ഇറക്കാൻ പറ്റില്ല എൻ്റെ അടുത്തേക്ക്. ഇനി അവൻ ഒരു വഴി മാത്രമേ ഉള്ളൂ, അവസാനം എൻ്റെ കാലിൽ പിടിച്ച് ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റു പറയണം. എനിക്ക് വേറെ നിവൃത്തിയില്ല, അങ്ങനെയൊക്കെയാന്ന് പറയണം. എൻ്റെ കാല് പിടിക്കാതെ അയാൾക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞു. ഇനിയുള്ള സത്യങ്ങളൊക്കെ അയാൾ എൻ്റെ അടുത്ത് തുറന്നു പറയും, അതോ അയാൾക്കൊരു നിവൃത്തിയുള്ളൂ, അല്ലാതെ അയാൾക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രാമേട്ടൻ പറഞ്ഞു, അതെന്താണല്ലോ ഒരു നല്ല കാര്യമാണ്, അയാൾക്ക് നല്ലൊരു പണി കൊടുക്കണം ബാല, അയാളെ വെറുതെ വിടലെന്നൊക്കെ രാമേട്ടനും പറഞ്ഞു. ഇതേ സമയം ഉദയഭാനു ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. ഈ ബാലന്റെ ഒരു കാര്യം, അവന് 10 ലക്ഷം രൂപ വേണം പോലും, താൻ എവിടെ നിന്ന് എടുത്ത് കൊണ്ടായി കൊടുക്കാനാ? അപ്പോഴേക്ക് ശ്രീകല എങ്ങോട്ട് വന്നു. എന്താ ഉദയേട്ടാ? എടി, ബാലൻ വിളിച്ചിട്ടുണ്ടായിരുന്നു 10 ലക്ഷം രൂപ കൊടുക്കണമെന്ന്, നിങ്ങളത് എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാ? എനിക്കറിയില്ലേ ബാലൻ എന്ത് പറ്റിയെന്ന്. എടി, തരികടകളെ വിശ്വസിച്ചാലും ഈ ബാലിനെ പോലുള്ള ഒറ്റ ആദർശ ധീരന്മാരെയും വിശ്വസിക്കരുത്. അതെന്താ, ഇപ്പൊ കണ്ടില്ലേ നമ്മളെ ഇട്ട് പിഴിയുന്നേ? എന്നാലും ബാലിന് ഇങ്ങനെയൊന്നുള്ള സ്വഭാവം ആയിരുന്നല്ലോ, പെട്ടെന്നല്ലേ ബാലിന് മാറ്റം സംഭവിച്ചേ. പണത്തോട് ഇത്ര ആക്രാന്തമുള്ള ഒരുത്തിന് അല്ലെങ്കിൽ ഇങ്ങനെ പൈസ നമ്മളോട് ചോദിക്കുമായിരുന്നോ? എന്റെ മനുഷ്യ, നിങ്ങളുടെ കൊടുക്കാൻ പൈസയുണ്ടോ? ഇല്ല. അല്ല, നിങ്ങളുടെ ഇത് വെച്ചിട്ടേ, നിങ്ങളുടെ സ്വഭാവം വെച്ചിട്ട് കാര്യം ഞാൻ പറയാം. നിങ്ങൾ ആനന്ദിനോട് പൈസ ചോദിച്ചു കാണുമല്ലോ. നിങ്ങൾ ആനന്ദിനോട് പൈസ ചോദിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നല്ലോ. കാരണം ബാലിനോടും കുടുംബത്തോടും ഈ സത്യങ്ങളൊക്കെ പറയാതിരിക്കണമെങ്കിൽ 10 ലക്ഷം രൂപ വേണമെന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് മുമ്പ് എന്നോട് പറഞ്ഞല്ലേ. സത്യം പറ, നിങ്ങൾ ആനന്ദിനോട് പൈസ ചോദിച്ചില്ലെന്ന് ചോദിച്ചു. ഒടുവിൽ ഉദയഭാനു പറഞ്ഞു, അതെ, നിന്നോട് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്ന, ഞാൻ ആനന്ദിനോട് പൈസ ചോദിച്ചായിരുന്നു. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു? 10 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞു. തരാന്ന് പറഞ്ഞോ? എന്ന്? ഒരാഴ്ച കഴിയട്ടെ തരാന്നാ പറഞ്ഞ്. ആഹാ, അത് കൊള്ളാം. അപ്പൊ ഒരാഴ്ച ആയോ മനുഷ്യ? നിങ്ങൾക്ക് അന്ന് ഒന്ന് ചോദിച്ചു നോക്കാൻ മേലായിരുന്നോ? പൈസ റെഡിയായെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ പോയാ വാങ്ങാനായിട്ട്? അന്ന് എത്രയും പെട്ടെന്ന് പോയി വാങ്ങിച്ചോണ്ട് വാ. എടി, പൈസ റെഡിയായെന്നും പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴേ നീ പോലും അറിയാതെ അവനെ കാണാനായിട്ട് പോയി. എന്നിട്ടോ പൈസ കിട്ടിയോ? എടി, പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിലേക്കാ അവൻ എന്നെ വിളിപ്പിച്ചേ. അതിന്റെ 7ാം നിലയിലേക്ക് എന്നെ വിളിച്ചു വരുത്തി. ഞാൻ ഇഴഞ്ഞും വലിഞ്ഞും ഒക്കെ ഒരു വിധത്തിൽ അവിടെ കയറി ചെന്നു. എന്നിട്ടോ
ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവന്റെ കയ്യിൽ ഒരു കവർ ഉണ്ടായിരുന്നു. ആ കവറിനകത്ത് നിറച്ച് പണമായിരിക്കുമല്ലേ. എടി ഞാനും കരുതി അങ്ങനെയാണ്. സന്തോഷിച്ചാ ഞാൻ ചെന്നേ. പക്ഷെ കവറിനകത്തുനിന്ന് അവൻ്റെ പുസ്തകം എടുത്ത് കാണിച്ചു. എന്ത്? എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജിയുടെ. പുസ്തകോ? അത് നിങ്ങൾക്ക് എന്തിനാ മനുഷ്യ? എനിക്ക് എന്തിനാന്നോ? അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു. ഈ സമയത്തെ ഹിംസ പാടില്ലെന്ന്. കാരണം ഞാൻ നോയമ്പെടുത്തിട്ടുണ്ട് അഗ്നിപൂജ നടത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഹിംസ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം കാണിക്കണമെന്ന് പറഞ്ഞു. അതെ, പക്ഷെ എനിക്ക് ഹിംസിക്കാതിരിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മായച്ചനായി പോയില്ലേ. എൻ്റെ അമ്മായച്ചനോട് അത്ര സ്നേഹവും ബഹുമാനവും എനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ അമ്മായച്ചൻ്റെ ഒരു കാര്യം ചെയ്യാം. ഈ 7ാം നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്തി ആടിക്കോ. ഹിംസ പാടില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ആ ക്രൂരത ചെയ്യുന്നില്ല. നിങ്ങൾ അത് ചെയ്യുന്നോ അതോ ഇനിയിപ്പം ഞാൻ വേറെന്തേലും മാർഗം സ്വീകരിക്കണോന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെയാ താഴെ വന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ അവിടെ നിന്നായിരുന്നെങ്കിൽ അവൻ എന്നെ തള്ളി താഴെയിട്ട് കൊന്നേനെന്ന് പറഞ്ഞു. ആനന്ദോ? അവൻ നിങ്ങളെ കൊല്ലുവായിരുന്നില്ലേ? എൻ്റെ ദൈവമേ, ഭാഗ്യം കൊണ്ടാണല്ലോ നിങ്ങൾ രക്ഷപ്പെട്ടെ. എടി അതേടി, അവന്റെ സ്വഭാവം പഴയതുപോലെ ഒന്നും അല്ലാന്ന് പറഞ്ഞു. എൻ്റെ മനുഷ്യ, അങ്ങനെയാണ് നിങ്ങൾ ഇനി സൂക്ഷിക്കണം. എടി അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനിയിപ്പം ബാലിന് എങ്ങനെ പണം കൊടുക്കും? ഒരു കാര്യം ജീവിതേട്ടാ, ഉള്ള സത്യങ്ങളെല്ലാം കൂടെ ബാലിനോട് തുറന്നു പറ. എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഉള്ള സത്യാവസ്ഥ പറയുവാണെങ്കിൽ സമാധാനത്തോടെ കഴിയാലോ. എടി അതും കൊണ്ട് വല്ലതും ആയോ? അങ്ങനെ നമ്മൾ സത്യം പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ നമ്മളൊന്നും ജീവനോടെ വെച്ചേക്കില്ല ബാലൻ. എൻ്റെ മനുഷ്യ, പിന്നെ എന്ത് ചെയ്യും 10 ലക്ഷം രൂപയ്ക്ക്? ഇനി എന്തേലും കൂടെ ഒരു തരികടയും കൂടെ ഒപ്പിക്കേണ്ടതായിട്ട് വരും. നമുക്കായിട്ട് എന്തേലും ഒരു തരികട വരൂടി, നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഉദയഭാനു ശ്രീകലയെ സമാധാനിപ്പിച്ചു. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോൾ ധർമ്മനാണെങ്കിൽ മുറിയിലേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്ക് സുകന്യ തന്നെ ഡ്രസ്സും കാര്യങ്ങളും ഒരു ബാഗിനകത്ത് നിറച്ചു വെക്കുവാണ്. എന്താ സുകന്യ, നീ ഇതെന്താ കാണിക്കണമെന്ന് വെച്ചു. അതെ, ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞു. നിൽക്കില്ലാന്നോ? നീ ഇത് എങ്ങോട്ട് പോന്നു? ഞാൻ ഇനി മുറിയിൽ താമസിക്കില്ല, ഞാൻ പോകുവാന്ന് പറയണേ. പോകുവാന്നോ? ദേ ധർമ്മേണ്ണ എന്നെ നിർബന്ധിക്കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങോട് മാറ്. അതിന് നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ലല്ലോ. നീ എന്ത് കാര്യമാണെങ്കിലും തുറന്നു പറ. ഇപ്പൊ നീ എന്തിനാ മുറിവിട്ട് പോന്നേ? അതെ, ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്, ഹാളിലേക്ക് ഇറങ്ങുക. ആ സമയത്ത് ഗോമതി, മീനാക്ഷി, മിത്രയ്ക്ക് അങ്ങോട്ട് വന്നു. ഗോമതി എന്താ സുകന്യ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, എന്ത് പറ്റിയെന്ന് അറിയില്ല ചേച്ചി. അവൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്നാ പറഞ്ഞു. പോകുവാന്നാ പറയണേ. കണ്ടില്ലേ, ഭാഗം പെറുക്കി കെട്ടിപ്പെറുക്കി നിൽക്കണേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി, ചേട്ടാ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? ഇല്ല ചേച്ചി, ഒരു വഴക്കുണ്ടായിട്ടില്ല. മീനാക്ഷിയോടും മിത്രോടും ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും വഴക്ക് പറഞ്ഞു സുകന്യയോട്? ഞങ്ങൾ ഒരു വഴക്കും പറഞ്ഞില്ല. അപ്പോഴേക്കും അനുശ്രീ അങ്ങോട്ട് വന്നു. അനുശ്രീ ചോദിച്ചു, എടി നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ലാന്ന് പറഞ്ഞു. പിന്നീട് അനുശ്രീ എന്നിട്ട് ചോദിച്ചു, എന്താ സുകന്യ ചേച്ചി, എന്താ കാര്യം? എന്താ ചേച്ചി, ഇതെന്താ കാണിക്കാൻ പോന്നേ? ചേച്ചി ഈ വീട് വിട്ടു പോകാനോ? ഇത് എന്താ ഒന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത്. ബാലൻ വന്നിട്ട് ചോദിച്ചു, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. എന്താണെന്നറിയില്ല ബാലേട്ടാ, സുകന്യ പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് ആടെ ഭാഗം നോക്കി നിൽക്കുന്നു. എന്താ സുകന്യ, നിനക്കിത് എന്ത് പറ്റി? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറയാം എന്നോട്. അത് പിന്നെ ബാലേട്ടാ ഇങ്ങോട്ട് വരാനും പറഞ്ഞാൽ കയ്യിലേക്ക് അങ്ങോട്ട് പിടിച്ചു. പിന്നീട് മുറിയിലേക്ക് കൊണ്ടുപോയില്ലാണ്. ആ സമയത്ത് ബാക്കി എല്ലാവരും പിന്നാലെ വന്നു. ബാലേട്ടാ, അതെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഇന്ന് മുതൽ ഈ മുറിയിൽ താമസിക്കുന്നില്ലാന്ന്. ഈ മുറിയിലോ? നീ എന്തൊക്കെയാ പറയണേ? പിന്നെ എന്ത് ചെയ്യാൻ പോവാ? അതെ, ഞാൻ ഈ മുറിയിൽ താമസിക്കുന്നില്ലെന്നാ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഈ വീട് വിട്ടുപോകാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. വീട് വിട്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നോ? ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുകന്യ പറഞ്ഞു, അതെ ഇത് ബാലേട്ടൻ്റെ ചേച്ചിയുടെ മുറിയില്ലായിരുന്നോ? ഞങ്ങൾക്ക് വേണ്ടി തന്നല്ലായിരുന്നു ഞങ്ങളുടെ കല്യാണ ശേഷം. പക്ഷെ ഇനി മുതൽ ഇവിടെ കഴിയേണ്ട നിങ്ങളാന്ന് പറഞ്ഞു. ഞങ്ങളോ? നീ ഇതെന്തൊക്കെയാ പറയണേ എന്ന് ഗോമതി ചോദിച്ചു. അതെ ചേച്ചി, ഞാൻ വന്നു കയറിയ പെണ്ണല്ലേ, അപ്പൊ വിട്ടുവീഴ്ച ചെയ്യേണ്ട ആള് ഞാനല്ലേ. ഈ കുടുംബത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി ചേച്ചിയോടൊപ്പം നല്ല രീതിയിൽ തന്നെ നിൽക്കുകയല്ലേ ചെയ്യണ്ടേ. നിങ്ങൾ ഈ മുറിയിൽ തന്നെ കിടക്കണം. ഇത് ഞാനും ധർമ്മേട്ടനും കൂടെ ഒന്നിച്ചെടുത്ത തീരുമാനം അല്ലേ ധർമ്മേട്ട? ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ധർമ്മം പറഞ്ഞു, അതേ ചേച്ചി നിങ്ങൾ ഇവിടെ തന്നെ കഴിയണം, ഞങ്ങൾ അപ്പുറത്ത് മുറി പോയിക്കൊള്ളാന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, ഞങ്ങൾക്ക് ആ മുറി മതി. ബഹാലൻ പറഞ്ഞു, അത് കുഞ്ഞു മുറിയാ, സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ലാന്ന് പറഞ്ഞു. പക്ഷെങ്കില് ഗോമതിയും ബാലനും സമ്മതിച്ചില്ല. അത് ശരിയാകത്തില്ല, നിങ്ങൾ ഇവിടെ തന്നെ കിടന്നാൽ മതി, ഞങ്ങൾ അവിടെ പോയി കിടന്നാളാന്ന് പറഞ്ഞു. സുകന്യ മിത്രയോടും മീനാക്ഷിയോടും ഒക്കെ പറഞ്ഞു, ദേ നിങ്ങളൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുക, ആ മുറി ഞങ്ങൾ പോയി കിടന്നാളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മീനാക്ഷി വന്നിട്ട് ഗോമതിയോട് പറഞ്ഞു, അതെ എന്താണെങ്കിലും സുകന്യേച്ചി ഇങ്ങനെ പറഞ്ഞല്ലേ, അച്ഛനും അമ്മയും തന്നെ ഇവിടെ കിടന്നാൽ മതി, സുകന്യേച്ചി പറഞ്ഞ സ്ഥിതിക്ക് എന്ന് പറഞ്ഞു. ആ സമയം ധർമ്മം പറഞ്ഞു, അതെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. സുകന്യ എന്നോട് കള്ളത്തരാ പറഞ്ഞേ. എന്ത്? അല്ല സുകന്യ എന്നോടും കൂടെ തീരുമാനിച്ചാന്ന് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചേ. പക്ഷെ അത് സത്യമല്ല, എന്നോട് ആലോചിച്ചിട്ട് പോലും ഇല്ല, ഇപ്പോഴാണ് ഞാൻ അറിയണേന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, അത് ഞാൻ ധർമ്മേണ്ണൊരു സർപ്രൈസ് കൊടുത്തല്ലേ. ഞാൻ ധർമ്മേണ്ണോട് പറഞ്ഞ എന്താണെന്നറിയോ, ഈ വീട് വിട്ടു പോവാന്നാ പറഞ്ഞത്, അല്ലാതെ വേറൊന്നും അല്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ധർമ്മനും ഗോമതിയും പരസ്പരം നോക്കുവാണ്. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, നിങ്ങൾ ഈ
മുറിയിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. നിങ്ങൾ ആ കുടിസ് മുറിയിൽ പോയി കിടന്നപ്പോൾ ഇപ്പൊ എനിക്ക് എന്ത് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴെനിക്ക് സന്തോഷമായി. എന്താണെന്നറിയാവോ, സുകന്യ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ, ഒന്ന് സമ്മതിക്കുക എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ബാലനും ഗോമതി ഇങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഉം. അവസാനം അവർക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. അപ്പോഴേക്കും ഇത്ര ആലോചിച്ചു, എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ. ഉം. ഇങ്ങനെ പെട്ടെന്ന് സുകന്യേച്ചിക്ക് ഇങ്ങനെ മാറ്റം വരാനായിട്ട് അതിന്റെ പിന്നിൽ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ എന്നൊക്കെ തോന്നുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.